ഓം ശാന്തി. മഹാരാജാവായിരുന്നതായിട്ടുള്ള ദശരഥൻ, രാജ്യത്തിൻ്റെ പേര് അയോധ്യ, 3 പത്നിമാരുള്ളതായിരിക്കുന്ന രാജാവ്, ഒരുപാട് ആധ്യാത്മിക രഹസ്യങ്ങളെ ഒളിപ്പിച്ചു വെച്ചതായിരിക്കുന്ന പേരുകളാണ് രാജാവിനും പത്നിമാർക്കൊക്കെ ഇട്ടിട്ടുള്ളത്. രാജ്യത്തിൻ്റെ പേര് പറയുന്നത് അയോധ്യ. പലതവണ പലരുടെ വായിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുകയാണ്. അയോധ്യ എന്നുള്ള നാടിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ യുദ്ധമില്ലാത്ത രാജ്യം എന്നാണ് അർത്ഥം. 2-3 തലങ്ങളിൽ ഇത് വളരെയധികം പ്രസക്തമാണ്. ഈ സൃഷ്ടിയുടെ ആരംഭമായിരുന്ന സത്യത്രേതായുഗങ്ങളിൽ ഈ സൃഷ്ടിയിൽ യുദ്ധമോ അധർമ്മമോ അത്യാചാരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. മൂല്യങ്ങളുടെ ആധാരത്തിൽ തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അധികാരികളായിരിക്കുന്ന ദശരഥൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തൻ്റെ 10 ഇന്ദ്രിയങ്ങൾക്കും അധികാരിയായിരുന്ന ജീവാത്മ ഇന്ദ്രിയങ്ങളെ തൻ്റെ ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സസുഖം വാണ കാലഘട്ടം. ജീവാത്മ പ്രകൃതിക്ക് അധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അധികാരിയായിരുന്ന ജീവാത്മാവിൻ്റെ ഉള്ളിൽ 7 ഗുണങ്ങളും, അതായത് സദോ ഗുണം എന്ന് പറയും. സദോ ഗുണം ചെന്താർത്ഥം 7 ഗുണങ്ങളും ഉണർന്നിരിക്കുന്ന അവസ്ഥ. സദോ പ്രധാനം, സദോ ഗുണം എന്നൊക്കെ പറയാറുണ്ട്. എന്നുവെച്ചാൽ ആത്മാവിൻ്റെ മൂലഗുണങ്ങളായിരിക്കുന്ന ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, കരുണ, ആനന്ദം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന 7 ഗുണങ്ങൾ അഥവാ അടിസ്ഥാന മൂല്യങ്ങൾ, അതതിൻ്റെ 100% പെർഫെക്ഷനിൽ നിൽക്കുന്ന അവസ്ഥയിൽ ജീവാത്മ ഈ പഞ്ചതത്വങ്ങൾ കൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന ദേഹത്തിൻ്റെ അധികാരിയാണ്. ഇന്നത്തെ ലോകത്ത് അരുത് എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യാൻ മനുഷ്യന് കൂടുതൽ ഇൻട്രസ്റ്റ് നമ്മൾ കാണുക. എൻ്റെ ഒരു ഉദാഹരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാം. ഒരിക്കൽ നമ്മളൊരു എക്സിബിഷൻ സ്റ്റാളിൽ, ഒരു ഫ്ലവർ ഷോൻ്റെ സ്റ്റാളിൽ കൂടുതൽ നമുക്കൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റാളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ കുറച്ച് പരിചയം കൊടുക്കുന്ന, പരമാത്മ പരിചയമുള്ള, ആത്മപരിചയമുള്ള നല്ല നല്ല കുറച്ച് ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവിടെ വരുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുത്തതായി ഇങ്ങനൊരു എക്സിബിഷൻ ഉണ്ട്, കയറി കാണാൻ വേണ്ടി കുറേ സഹോദരങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വണ്ടർഫുള്ളായിട്ടുള്ള കാര്യം, ഓപ്പൺ ആയിട്ടുള്ള സ്റ്റാളാണ്, മറച്ചിട്ടൊന്നുമില്ല, ആർക്കും വരാം, ഒരു വശത്തൂടെ കണ്ട് മറുവശത്ത് കേട്ട് പുറത്തേക്ക് ഇറങ്ങാവുന്ന കാര്യമേ ഉള്ളൂ. പറയുമ്പോൾ പലരും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നെവർ മൈൻഡ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഉച്ച സമയമായി. സേവാധാരികളായ ഞങ്ങളൊക്കെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് കർട്ടൻ ഇട്ടു. സ്റ്റാളിൻ്റെ കർട്ടൻ ക്ലോസ് ചെയ്തിട്ട് 2 പേര് പുറത്തു നിന്ന് ബാക്കിയുള്ളവരൊക്കെ ആഹാരം കഴിക്കുന്നുണ്ടായി. അപ്പോൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ആ കർട്ടൻ ക്ലോസ് ചെയ്ത സമയത്ത് എത്ര പേര് ആ കർട്ടൻ പൊന്തിച്ചതിനുള്ള എന്താണെന്ന് നോക്കുന്നതിന് ലിമിറ്റില്ല. അപ്പോൾ ഞങ്ങളന്ന് നിശ്ചയിച്ച് നമുക്കൊരു കാര്യം ചെയ്യുക, ആരെയും വിളിക്കണ്ട, പുറത്ത് നോട്ടീസ് കൊടുക്കണ്ട, അകത്ത് കർട്ടൻ ഇട്ട് നമുക്ക് അകത്ത് സേവ ചെയ്യാൻ. അങ്ങനെ കർട്ടൻ ഇട്ടപ്പോൾ ഒരുപാട് പേര് കർട്ടൻ തുറന്ന് ഓരോരുത്തരും ഉള്ളിൽ വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ വെറുതെ ആ സ്റ്റാളിലിരുന്ന് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. അടച്ചു വെച്ചപ്പോൾ അറിയാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം, അരുത് എന്ന് പറയുമ്പോൾ ചെയ്യാനുള്ള മനുഷ്യൻ്റെ വാഞ്ച ഇന്ദ്രിയങ്ങളുടെ അധീനനാണെന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തെളിവാണ്. സിമ്പിളായിട്ട് വേണമെങ്കിൽ നോക്കിക്കോളൂ. വീട്ടിൽ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും അഥവാ 50+ ആവുമ്പോൾ, ഇന്നിപ്പോൾ 50+ ഒന്നും ആവണ്ടല്ലോ, ഒരു 35+ ആകുമ്പോഴത്തേക്കും മനുഷ്യന്മാർക്ക് ഷുഗർ സ്വന്തമായിട്ടുണ്ടാവും. ഷുഗർ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ വിലക്കും പഞ്ചസാര ഇട്ടൊന്നും കഴിക്കരുത്, ഫ്രൂട്ട്സ് കഴിക്കുന്നത് കുറയ്ക്കണം. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ പല ആളുകളിലും കണ്ടിട്ടുണ്ട്, ഡോക്ടർ കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇനി ഞാൻ പഞ്ചസാര കഴിക്കില്ല എന്നുള്ള തോന്നലുണ്ടാവുന്നതോട് കൂടിയിട്ട് പഞ്ചസാരയുടെ ആസക്തിയായി. സ്വീറ്റ്സ് കൊണ്ടു അവർക്ക് കൊടുക്കേണ്ട ഷുഗറാന്ന് പറഞ്ഞു കുറച്ചെനിക്ക് തന്നെന്ന് പറയും. അതുവരെ ഷുഗറായിട്ട് ഒരു ഇഷ്ടമില്ലാത്ത ആളായിരിക്കും മധുരപലഹാരങ്ങളോട്. പക്ഷേ ഷുഗർ വന്ന് ഡോക്ടർ കഴിക്കണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഇത്തിരി ടേസ്റ്റ് ചെയ്യുന്നുള്ളതായിട്ടുള്ള വാഞ്ചാം. ഒരു രോഗം വന്നു, ഒരു പഥ്യം പാലിക്കണം, ഇത് കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഇഷ്ടമില്ലാത്ത സാധനം കഴിക്കണം എന്ന് തോന്നുന്ന മനസ്സിൻ്റെ അവസ്ഥ എന്തുകൊണ്ടാണ്? മനസ്സിൻ്റെ അധീനമായതുകൊണ്ടാണ്. ഒരാൾ സ്വകാര്യം പറയുന്ന, പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, പണ്ട് ഞാൻ ജൂലിയസ് സീസറിൻ്റെ ഒരു പാഠം പഠിച്ചിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അതിൽ ജൂലിയസ് സീസർ രഹസ്യം പറയാൻ വേണ്ടിയിട്ട് തൻ്റെ പ്രിയമിത്രത്തിനോട് പറയുകയാണ്, നീ വാതിലും ജനലൊക്കെ തുറന്നിട്ട് നമുക്ക് രഹസ്യം പറയാമെന്ന്. അപ്പോൾ ചോദിക്കുന്നത്, വാതിലും ജനലും തുറന്നിട്ട് കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ പറയാം, വാതിലും ജനലും തുറന്നിട്ടിട്ട് നമ്മൾ എന്ത് സംസാരിച്ചാലും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. നീ വാതിൽ അടയ്ക്കുന്നതോടുകൂടി എല്ലാവരുടെയും ചെവി എവിടെയാവും, നീ എത്ര അടച്ചു വെച്ചാലും അവരത് കേൾക്കുകയും ചെയ്യുമെന്ന്. ശരിയല്ല? ചിന്തിച്ച് നോക്കിയേ. എവിടെയാണോ സ്വകാര്യം പറയണമെന്ന് തോന്നുന്നു അവിടെ എല്ലാവരും ശ്രദ്ധ വരും. എല്ലാവരും കേൾക്കാൻ വേണ്ടി മൈക്ക് വെച്ച് പറയുന്ന കാര്യങ്ങളിൽ പലരും ശ്രദ്ധിക്കാറില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ?
ഇന്ദ്രിയങ്ങൾക്ക് മനുഷ്യൻ ഇന്ന് അധീനനാണ്. അരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാനുള്ളതായിട്ടുള്ള ഇഷ്ടം കൂടുതലാണ്, വേണ്ടതെന്തോ അത് ചെയ്യാനുള്ളതായിട്ടുള്ള ഇച്ഛ കുറവാണ്. അർത്ഥം ഇന്ദ്രിയങ്ങൾക്ക് അധീനനായിരിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ ദുഃഖം നേടുന്നു, ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയായിരിക്കുന്ന മനുഷ്യൻ ജീവിതത്തിന് സുഖം നേടുന്നു. ഇന്നത്തെ ലോകത്ത് പറയും മനസ്സ് കടിഞ്ഞാണില്ലാത്തൊരു കുതിരയാണ്, അതെവിടേക്കും പായുകയാണെന്ന്. വാസ്തവത്തിൽ ഇപ്പോഴത്തെ മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥ നോക്കിയാൽ ഒരു പക്ഷേ കടിഞ്ഞാണില്ലാത്ത കുതിരയൊക്കെ ആയേക്കാം. പക്ഷെ അതിൻ്റെ ഒറിജിനൽ സ്ഥിതി അതല്ല. മനസ്സെന്ന് പറയുന്നത് ഈ ലോകത്തെ മായാജാലമാണ്. എന്നുവെച്ചാൽ അർത്ഥം സമയത്തിന് കാലത്തിന് ഉപരിയായിക്കൊണ്ട് ഏത് സ്ഥലത്ത് വേണമെങ്കിൽ പോയി നിങ്ങളുടെ ഭൂതകാലത്തിലെ കുട്ടിക്കാലത്ത് നമ്മുടെ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ അഥവാ കുട്ടിയായിരിക്കുമ്പോൾ കൂട്ടുകാരുമായിട്ട് തല്ലി പിടിച്ചത്, അല്ലെങ്കിൽ നമ്മൾ വെള്ളം തെറിപ്പിച്ചത്, അങ്ങനെയുള്ള എന്ത് ഓർത്തു നോക്കിയേ അതിൻ്റെ അതേ ഉണർവിൽ അതേ ഊർജ്ജത്തിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന വരദാനാണ് മനസ്സ്. കാലങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്തുകൊണ്ട് കുട്ടിക്ക് പോലും തൻ്റെ വാർദ്ധക്യാവസ്ഥയെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാനും അവിടെ എന്ത് സംഭവിക്കാമെന്ന് മനസ്സിലാക്കിക്കാനും സാധ്യതയുള്ള അതിമനോഹരമായിരിക്കുന്ന വിശേഷതയാണ് മനസ്സ്. പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കാനാകാത്ത മനുഷ്യൻ, മനസ്സൊരു കടിഞ്ഞാണില്ലാത്ത കുതിരയെന്ന് പറയുന്നു. വാസ്തവത്തിൽ ആത്മരാജാവിൻ്റെ ഇന്ദ്രിയങ്ങളാണ് മനസ്സ്, ബുദ്ധി, സംസ്കാരം. ഇന്ദ്രിയങ്ങളെ ഭരിക്കാൻ അറിയുന്ന തൻ്റെ മന്ത്രിയും സേനാധിപതിയും രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണെങ്കിൽ ആ രാജ്യത്ത് സുഖം ഉണ്ടാവും. അതുപോലെ ആത്മാവ് തൻ്റെ സ്ഥൂല ഇന്ദ്രിയങ്ങളായിരിക്കുന്ന 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്കും അധികാരിയാവുമ്പോൾ, കുറച്ചുകൂടെ സൂക്ഷ്മതലത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളായിരിക്കുന്ന മനസ്സ്, ബുദ്ധി, സംസ്കാരങ്ങൾക്ക് മേലെ അധികാരിയാണെങ്കിൽ അവരാണ് ദശരഥൻ എന്നർത്ഥം. ഇതും ഒരു തേരല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു ഡ്രൈവർ കാർ ഓടിപ്പിക്കുമ്പോൾ കാറ് എത്ര പെർഫെക്റ്റ് കണ്ടീഷനാണെങ്കിലും ഡ്രൈവർക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ ജീവിതത്തിൽ അപകടം നിശ്ചിതം. ഈ ജീവിതവും അങ്ങനെ തന്നെ. ഭഗവാൻ നമുക്ക് ഈ കാർ തരുമ്പോൾ ഈ ശരീരമാകുന്ന ഒരു ഫാക്ടറിയുടെ അധികാരിയാക്കിക്കൊണ്ട് നമ്മളെ ഇങ്ങോട്ട് അയച്ചപ്പോൾ ഈ എല്ലാ ഇൻസ്ട്രുമെൻസും നമ്മുടെ അധീനതയിലായിരുന്നു. പക്ഷേ ഞാൻ ഈ കാറെന്ന് ഒരു ഡ്രൈവർ വിചാരിച്ചാലോ, അതുപോലെ ഞാൻ ഈ ദേഹമെന്ന് വിചാരിച്ച ജീവാത്മ ഇന്ദ്രിയങ്ങൾക്ക് അധീനനായി മാറി. അധീനനായി മാറിയതോട് കൂടിയിട്ട് എപ്പോഴാണോ ജോലിക്കാർ ഭരിക്കാൻ തുടങ്ങുന്ന രാജ്യം, അവിടെ അരാജകത്വം നിലനിൽക്കും. അതുപോലെ ഇന്ദ്രിയങ്ങൾ ജീവാത്മാവിനെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ രാജ്യത്തിലും അരാജകത്വം വന്നു. അതിൻ്റെ റിസൾട്ടാണ് സ്നേഹത്തിന് പകരം മോഹവും, ജ്ഞാനത്തിന് പകരം അഹങ്കാരവും, പവിത്രതയ്ക്ക് പകരം കാമവും, ആനന്ദത്തിന് പകരം ലോഭവും, ശാന്തിക്ക് പകരം ക്രോധവും രാജ്യം ഭരിക്കാൻ തുടങ്ങി. ആ രാജ്യത്തിലാണ് ദുഃഖവും അശാന്തിയും കൊണ്ട് കണ്ണീരൊഴുക്കി ജീവിക്കുന്ന അവസ്ഥ. അതേസമയം സൃഷ്ടിയുടെ ആരംഭ സമയം അയോധ്യ നഗരം എന്നുവെച്ചാൽ അർത്ഥം മനസ്സ് എല്ലാ യുദ്ധവും ആരംഭിക്കുന്ന മനുഷ്യ മനസ്സെന്നല്ലേ. ഒരാൾ ഒരു ദിവസം ഒരു ബിൽഡിംഗ് കത്തിച്ചുവെങ്കിൽ അതിനു മുന്നേ എത്രയോ കാലമായിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കണം. അതിനെങ്ങനെ ചെയ്യണം, എപ്പോൾ പോകണം, ഏത് സമയം ഉപയോഗിക്കണം, ബെസ്റ്റ് കത്തിക്കാനുള്ള സമയം ഏതാ, ഇതൊക്കെ കാലഘട്ടങ്ങളുടെ മനസ്സിൻ്റെ പ്ലാനിങ് ഒരു ദിവസം കൊണ്ട് അത് കത്തിക്കാൻ സാധിക്കുമായിരിക്കും. ഒരാളെ കൊല്ലണമെങ്കിൽ, കാര്യം എന്ത് ചെയ്യണമെങ്കിലും നിരന്തരമായി മനുഷ്യൻ്റെ മനസ്സിനുള്ളിൽ അവരോടുള്ള വൈരാഗ്യവും വെറുപ്പും നുരഞ്ഞു പൊന്തും ഒരു ദിവസം അത് പുറത്തേക്ക് വരും. അങ്ങനെയാണ് മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്നത്. എന്നുവെച്ചാൽ അർത്ഥം ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ മേലെ അധികാരിയാവുമ്പോൾ, ഈ രാജ്യത്തിൽ നമ്മൾ അധികാരിയാവുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ അധികാരിയാവും. അതാണ് പറയുന്നത് മൻ ജീത്തേ ജഗത് ജീത്ത് എന്ന് പറയുന്നത്. അങ്ങനെ സ്വന്തം മനസ്സിന് മേലെ അധികാരിയായാൽ ഇന്ദ്രിയങ്ങൾക്ക് മേലെ രാജാവാകുമ്പോൾ അവരാണ് 10 ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയായതുകൊണ്ടാണ് ദശരഥൻ എന്ന് പറയാൻ കാരണമാവുന്നത്. ആ ദശരഥനായിരിക്കുന്ന രാജാവിൻ്റെ രാജ്യത്ത് യുദ്ധം ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ യുദ്ധം മനുഷ്യൻ്റെ മനസ്സിനുള്ളതായിട്ടുള്ള സംഘർഷം, സമ്മർദ്ദവും ഇല്ല. അതുകൊണ്ട് മനസ്സ് എന്തു ചിന്തിക്കുന്നു അത് മനസ്സും ബുദ്ധിയും ഒരുപോലെ സഹയോഗിയാകുമ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ശരിയായ കർമ്മം ചെയ്യാനും ആ ശരിയായ കർമ്മത്തിലൂടെ ശ്രേഷ്ഠമായ സൗഭാഗ്യങ്ങളെ കൈവരിക്കാനും ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. നേരെ തിരിച്ചാണെങ്കിൽ മനസ്സിന് വൈകാരികമായിരിക്കുന്ന വിചാരങ്ങൾക്ക് മേലെ നിയന്ത്രണമില്ലെങ്കിൽ, കർമ്മം ശരിയായ കർമ്മം ചെയ്യാൻ സാധിക്കാതെ തെറ്റായ കർമ്മങ്ങളുടെ പ്രലോഭനത്തിലൂടെ ജീവിക്കാൻ തുടങ്ങിയ ജീവിതം ദുഃഖത്തിലും അശാന്തിയിലും ചെന്നെത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് അയോധ്യ നഗരത്തിൽ ദുഃഖമില്ലായിരുന്നു, ശോകമില്ലായിരുന്നു, യുദ്ധമില്ലാതിരുന്നു.
അങ്ങനെയുള്ള രാജ്യമായിരുന്നു ഈ സൃഷ്ടിയുടെ ആരംഭ കാലഘട്ടം. സത്യത്രേതായുഗങ്ങളിൽ ദശരഥന്മാർ വസിച്ചിരുന്നതായിട്ടുള്ള ലോകം. ഒരു ദശരഥ മഹാരാജാവ് മാത്രമല്ല, ദശരഥന്മാർ വസിച്ചിരുന്ന ലോകം. അവരുടെ 3 സ്പെഷ്യാലിറ്റീസാണ് 3 പത്നിമാരായിട്ട് കാണിക്കുന്നത്. ഒന്നാമത്തെ പത്നി കാണിക്കുന്നത് കൗസല്യ. കൗസല്യ എന്ന് വെച്ചാൽ അർത്ഥം കർമ്മ കുശലതയുള്ളവൾ എന്നർത്ഥം. കൗശലല്ല, കുശലതയുള്ളവൾ. തെറ്റിദ്ധരിച്ചു പോകും മനുഷ്യന്മാർ. കൗശലം കുശലതയല്ല. കൗശലം നെഗറ്റീവാണ്. മീൻസ് എനിക്ക് എൻ്റെ ലക്ഷ്യം കാണാൻ വേണ്ടി ബൈ ഹൂക്ക് ഓർ ക്രൂക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും കൗശലമെന്ന്. അതേസമയം കുശലത മീൻസ് ഒരു കാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ എഫിഷ്യൻസിനെയാണ് കർമ്മ കുശലത എന്ന് പറയുന്നത്. തൻ്റെ കർമ്മങ്ങളിൽ ഏതൊരു ജീവാത്മാവിൻ്റെ മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് ഉണ്ടോ, പോസിറ്റീവായിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ എനർജി കൊണ്ട് ആക്ടിവേറ്റ് ആയിരിക്കുന്ന നമ്മുടെ ബുദ്ധിയുടെ സപ്പോർട്ടോടുകൂടി വിഷ്വലൈസ് ചെയ്യാനും സാധിക്കുന്നുണ്ടോ, അവർക്ക് തൻ്റെ ജീവിതത്തിൽ ഏതൊരു ലക്ഷ്യവും നേടിയെടുക്കാനായിട്ട് സാധിച്ചിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ആസ് യു തിങ്ക് സോ യു ബിക്കം എന്ന് പറയാൻ കാരണം. അങ്ങനെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മനസ്സറിയുന്നത് അവസാനിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ സ്വസ്ഥമായിരുന്നു ജോലി ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്ന് 2 വഴക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ജോലിയുടെ സ്പീഡ് പകുതിയായിട്ട് കുറയും. എന്തുകൊണ്ടാണെന്നറിയോ? മനസ്സ് പിന്നെ അവിടേക്ക് അലയാൻ പോയി. മനസ്സ് കർമ്മത്തിൽ നിന്ന് മാറിപ്പോയി. മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കിക്കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ കർമ്മകുശലത വർദ്ധിക്കും, എഫിഷ്യൻസി കൂടും, നിങ്ങൾക്ക് അത് തരുന്നതായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കൂടും. അതോടെ ഇനിയും കർമ്മം ചെയ്യാനുള്ളതായിട്ടുള്ള സന്തോഷം നമ്മുടെ ജീവിതത്തിൽ സക്സസ്സിന് കൂട്ടിക്കൊണ്ടിരിക്കും. അതായത് കർമ്മം യഥാർത്ഥ കർമ്മമാണെങ്കിൽ അവിടെ മനുഷ്യന് ജീവിതം സുഖമായിട്ട് മാറും. അതുകൊണ്ടാണ് ഒന്നാമത്തെ പത്നിയായിട്ട്. ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയാണെങ്കിൽ, മനസ്സ് ബുദ്ധി സംസ്കാരത്തിൻ്റെ അധികാരിയായിക്കൊണ്ട് ഈ ലോകത്തിൽ കർമ്മം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വേസ്റ്റ് തോട്ട്സ് ഉണ്ടാവില്ല, നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവില്ല. ശുദ്ധ സങ്കല്പങ്ങളുടെ പ്രവാഹം കൊണ്ട് പാൽക്കടൽ പോലെ സുഗമമായിരിക്കുന്ന ജീവിതമായി മാറും. അങ്ങനെയാണ് ആദ്യ പത്നിയെ കാണിക്കുന്നത് കൗസല്യ. അതുകൊണ്ടാണ് കൗസല്യയെ ഭക്തിയുടെ മൂർത്തിയായിട്ട് കാണിക്കുന്നു. ഭക്തിയുടെ 2 പ്രിൻസിപ്പിൾ എന്താണ്? ലവ് ആൻഡ് ഡിവോഷൻ, സ്നേഹവും സമർപ്പണവും. പെർഫെക്റ്റ് ആയിരിക്കുന്ന സ്നേഹവും സമർപ്പണവും നിങ്ങൾക്കുണ്ടോ, നിങ്ങളുടെ കർമ്മവും ഒരു അർച്ചനയായി മാറും, ആരാധനയായി മാറും. അതുകൊണ്ടാണ് ഗീതയിൽ അർജുന എനിക്ക് സന്യാസ യോഗിയേക്കാൾ ഇഷ്ടം കർമ്മയോഗിനെയാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നത്. കർമ്മം പെർഫെക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ആ കർമ്മത്തോട് നമുക്ക് ഭക്തി വേണം. എന്താ ഭക്തി? ഇത് എൻ്റെ കർമ്മം എന്നുള്ള വിചാരമല്ല. ഞാൻ ഈ നിമിഷം ഈ ദേഹത്തുനിന്ന് മതി മോളെ ഇങ്ങോട്ട് പോന്നോ എന്ന് ഭഗവാൻ പറഞ്ഞാൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ആ സൈഡിലേക്ക് വിറക് വെട്ടിട്ട പോലെ കിടക്കും. പിന്നെ ആരെങ്കിലും എടുത്തു കൊണ്ടുപോകണം. ഈ ദേഹത്തെ ഒന്ന് മാറ്റിക്കിടത്താൻ പോലും ആവില്ല. പിന്നെ വേണ്ട ഇതിന് മേലധികാരം. അതുകൊണ്ട് ഇത് ഭഗവാനാൽ നിമിത്തമാക്കപ്പെട്ട ഡ്യൂട്ടി എന്നതായിട്ടുള്ള ബോധത്തോടുകൂടെ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ കലർപ്പില്ലാതെ പെർഫെക്റ്റായിട്ട് ചെയ്യാനും അതേസമയം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഏകാഗ്രതയോടെ അതിന് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് കർമ്മം തീർക്കാനും സാധിക്കും. അതിൻ്റെ പേര് കർമ്മകുശലത. അപ്പം അതുകൊണ്ട് ഭക്തിയുടെ മൂർത്തിയായിട്ട് കൗസല്യ. രണ്ടാമത്തെ പത്നി കൈകേയി. കൈകയം എന്നുള്ള വാക്കിനർത്ഥം വൈഭവം എന്നാണ് അർത്ഥം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു, സൂര്യന് നേരെ നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സൂര്യന് നേരെ താഴെ എത്തുമ്പോൾ നിഴല് കാൽക്കീഴിലാണ്. ഒരു ജീവാത്മാ തൻ്റെ സങ്കല്പത്തിന് മേലെ പൂർണ്ണ അധികാരിയായി മാറിക്കഴിയുമ്പോൾ, തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് മേലെ പൂർണ്ണ അധികാരിയാണെങ്കിൽ അവരുടെ സങ്കല്പത്തിൻ്റെ ശക്തിയിൽ, അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഉള്ളിൽ മറ്റെല്ലാവരും അവരുടെ കൂടെ വന്നിരിക്കും. അതുകൊണ്ടാണ് പറയില്ലേ നമ്മൾ, ആര് സ്വയം അവനവനെ ഭരിക്കാൻ അറിയുന്നില്ലയോ അവരാണ് മറ്റുള്ളവരെ ഭരിക്കാൻ നോക്കുന്നത് എന്ന്. എന്നുവെച്ചാൽ അർത്ഥം, എൻ്റെ വൈഭവത്തിൻ്റെ മേലെ അധികാരിയാവാൻ സ്വയം ഞാൻ റൂളറാണെങ്കിൽ, ഞാൻ ആത്മാ എൻ്റെ മനസ്സിൻ്റെ അധികാരിയാണെങ്കിൽ, ബുദ്ധിയുടെ അധികാരിയാണെങ്കിൽ, സംസ്കാരത്തിൻ്റെ അധികാരിയാണെങ്കിൽ ഈ വസ്തുവൈഭവങ്ങൾ, സ്ഥാനമാനങ്ങൾ നിഴലുപോലെ നമ്മുടെ പിന്നാലെ വരുന്നതാണ്. നിങ്ങൾക്ക് സങ്കല്പം എടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന പൂർണ്ണമായ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ലീഡറാവും. ഒരാൾ സ്ഥാനത്തിരുത്തിയത് കൊണ്ട് ലീഡർ ആവാറില്ല. ഒരാളുടെ കർമ്മം കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവർ ഗൈഡായി പോകുമ്പോൾ മറ്റാളുകൾ അവരെ പിന്നാലെ നടന്നു പോകും. ആ ആത്മബലം, ആത്മശക്തിയാണ് നിങ്ങളുടെ വസ്തുവൈഭവങ്ങൾ അധികാരിയാക്കുന്നത്. കൈകേയി എന്ന് ചിലർത്ഥം വൈഭവങ്ങൾ അവരുടെ മുന്നിൽ നിഴലുപോലെ വന്നിരിക്കും. മൂന്നാമത്തെ പത്നിയാണ് സുമിത്ര. സുമിത്ര എന്ന് ചിലർത്ഥം നല്ല മിത്രം എന്നർത്ഥം. ആരോടാണ് നമുക്ക് മിത്രത വേണ്ടത്? അപ്പോൾ തിരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കണു, ആരാ നമ്മുടെ ശത്രു? ഈ ലോകത്ത് ഒരു വ്യക്തിയും നമ്മുടെ ശത്രുവല്ല.
നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ദുർവികാരങ്ങൾ, കാമ ക്രോധ ലോഭ മോഹ അഹങ്കാരങ്ങൾ, അതില്ലാത്ത ഒരു മനമുണ്ടെങ്കിൽ അവിടെ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അത് മനസ്സിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും തോറ്റു പോവുകയാണ്. ആരും നമ്മളെ തോൽപ്പിക്കുകയല്ല, നമ്മൾ തോൽക്കുകയാണ്. കാരണം എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ കാമക്രോധ ലോഭ മോഹ അഹങ്കാരാദി ദുർവികാരങ്ങൾ. അതുകൊണ്ട് ദുർവികാരങ്ങളെ ജയിക്കുക എന്ന് വെച്ചാൽ അർത്ഥം നെഗറ്റീവ് തോട്ട്സിന് മേലെ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് ആധിപത്യം സ്ഥാപിക്കുക. അതിന് ഞാൻ എൻ്റെ മിത്രമായേ പറ്റൂ. ഉദാഹരണം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. വേറൊരാളെ തെറ്റ് ഞാൻ കാണുക, സിമ്പിളായി പറഞ്ഞാൽ എപ്പോഴാണ് ദേഷ്യം പിടിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ പറയില്ലേ, വേണ്ടാത്തത് ചെയ്യണ കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം പിടിക്കണത്, അവരങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ആ ശരിയാണ്, പക്ഷേ അവരാണ് തെറ്റ് ചെയ്തത്. ആ തെറ്റ് ചെയ്തിട്ട് അത് കണ്ട് ദേഷ്യം വന്നത് നമ്മുടെ ഉള്ളിലാണ്. ദേഷ്യം അവരുടെ ഉള്ളിലല്ലല്ലോ, എൻ്റെ ഉള്ളിലല്ലേ വന്നേ. ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ ഉണ്ടാവുമ്പോൾ അത് ഫസ്റ്റ് തരംഗങ്ങളായിക്കൊണ്ട് എനർജി സ്പ്രെഡ് ചെയ്യുന്നത് എൻ്റെ ബോഡിയിലാണ്. അതനുസരിച്ചാണ് ആ വൈബ്രേഷൻ പുറത്തേക്ക് വരുന്നതും ആ ടൈപ്പ് റിസൾട്ട് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കി, തെറ്റ് ചെയ്തത് അവരാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ആ നെഗറ്റിവിറ്റീനെ ധാരണ ചെയ്തപ്പോൾ അതിൻ്റെ ഫലമായിക്കൊണ്ട് ഞാൻ എൻ്റെ തന്നെ ശത്രുവായിട്ട് മാറുകയാണ്. അതുകൊണ്ട് മിത്രമാവേണ്ടത് ആദ്യം നമ്മുടെ മിത്രമാണ് ആവേണ്ടത്. അതുകൊണ്ടാണ് ഗുണങ്ങളെ ഗുണഗ്രാഹിയാകണം. സുമിത്രയാവണമെങ്കിൽ ഗുണഗ്രാഹിയാവണം. സുമിത്രയുടെ സ്പെഷ്യാലിറ്റി അതുതന്നെയായിരുന്നു, എല്ലാവരുടെ ഗുണങ്ങളും കാണാനുള്ള ക്വാളിറ്റി. അപ്പോൾ സ്വന്തം മനസ്സിൻ്റെ മിത്രമായി മാറിയാൽ, നമ്മൾ അവനവൻ്റെ മിത്രമായി മാറിയാൽ, നല്ല മിത്രമായി മാറുമ്പോൾ ആരുടെയും അവഗുണം കാണാതെ നമുക്കെല്ലാവരുടെയും ഗുണങ്ങളെ കാണാൻ സാധിക്കും. അതാണ് ഋഷിമുനിമാർ പരിപൂർണോഹം സമ്പൂർണോഹം എല്ലാം ഭഗവാനാണ് എന്നൊക്കെ നമ്മളോട് കാണാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ അർത്ഥം, ഞാൻ ഒരാളെ കാണുമ്പോൾ അവരുടെ ബലഹീനതകളെ കാണുകയാണെങ്കിൽ ആ ബലഹീനതകൾ ഈ കണ്ണ് കാണും, മനസ്സ് അതിൻ്റെ ഫീലിംഗ് ഉള്ളിലേക്ക് കൊടുക്കും, അത് ചിത്തത്തിൽ പോയി ധാരണ ചെയ്യും. ചിത്തവൃത്തി നിരോധം യോഗ എന്ന് ഗീതയിൽ പറയുന്നു. മനസ്സിൽ ചിത്തത്തിൽ പോയി ധരിച്ച സാധനം അറിയാതെ പ്രകമ്പനങ്ങളാവും, ഊർജമാവും. 10 തവണ ഒരാൾ ചെയ്യുന്ന തെറ്റ് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെ ഓർത്തുകൊണ്ടിരിക്കണമെങ്കിൽ 11ാമത്തെ തവണ നിങ്ങൾ ആ തെറ്റിലേക്ക് വഴുതപ്പെടും. അതുകൊണ്ടാണ് സിമ്പിളായി നോക്കിയേ, കൂട്ടുകാരാരെങ്കിലും ഒരു വേണ്ടാത്ത വാക്കൊരു സ്റ്റൈലുണ്ടെങ്കിൽ അവരെ കളിയാക്കി നിങ്ങൾ പറയാൻ തുടങ്ങിയ കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാതെ നിങ്ങൾ ആ കാര്യം നിങ്ങൾ തന്നെ ആവർത്തിക്കും. ഏത് തെറ്റും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഗുണത്തെ കാണുക എന്ന് വെച്ചാൽ അർത്ഥം സുമിത്രയാവുക. ഗുണത്തെ കാണണമെങ്കിൽ എനിക്ക് മറ്റൊരാളുടെ സമ്പൂർണ്ണ രൂപം കാണാൻ പറ്റണം, അഥവാ അവരുടെ ഗുണരൂപത്തെ കാണാനാവണം. അതിന് ഞാൻ ആത്മാ എന്നുള്ള ബോധത്തിലേ കാണൂ. ദേഹം എന്ന റിലേഷനിലാണെങ്കിൽ മറ്റെല്ലാം നമ്മളെ പിടിച്ച് ബന്ധിപ്പിക്കും. ആത്മാ എന്നുള്ള റിലേഷനിൽ അവരുടെ തിന്മയോട് നമുക്ക് സഹതാപവും നന്മയോട് സപ്പോർട്ടും ആയിരിക്കും. ആ രീതിയിൽ നമ്മുടെ ഏറ്റവും നല്ല മിത്രമായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം സദാ ഉന്നതിയിലേക്കാകും. അതുകൊണ്ടാണ് 3 പത്നിമാർക്കൊപ്പം അയോധ്യ നഗരിയിൽ ദശരഥ മഹാരാജാവ് സസുഖം വാണു എന്ന് പറയാൻ കാരണം. ജീവാത്മ ഇന്ദ്രിയങ്ങളുടെ അധികാരിയാകുമ്പോൾ, മനസ്സിൻ്റെ ഉള്ള യുദ്ധം അവസാനിക്കുമ്പോൾ ഈ വിശേഷതകളെല്ലാം ജീവിതത്തിൽ വരദാനമായി വന്നു ചേരും. അത്തരത്തിൽ ദശരഥ മഹാരാജാവും പത്നിമാരും വാഴുന്ന സുന്ദരമായ സുഖകരമായ അയോധ്യ നഗരാണ് നമ്മളിന്ന് രാമായണത്തിൽ കണ്ടത്. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.